ജിഷയുടെ വർണ്ണചിത്രങ്ങൾ നിറഞ്ഞ മുടക്കുഴയിലെ ജിഷ ഭവനം. മകളുടെ ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് ദുഃഖഭാരവുമായി അമ്മ രാജേശ്വരി. നിയമവിദ്യാർത്ഥിനിയായ ജിഷ മരിച്ച് 1 വർഷം തികയുമ്പോൾ മകളുടെ നിത്യശാന്തിക്കായുള്ള പ്രാർത്ഥനയിലും പ്രതിക്ക് ശിക്ഷ ഉറപ്പിക്കാനുള്ള പോരാട്ടത്തിലുമാണ് ഈ അമ്മ. ഞങ്ങൾ ജീവിച്ച് കൊതി മാറിയിട്ടില്ല മോനെ, എൻ്റെ മോൾ ഞാനും. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കുടുംബം അടക്കം ഇല്ലാതാക്കാമെന്നൊരു ഉദ്ദേശത്തിൽ അമീറിനൊരു നിമിത്തം അമീറിനെ കൊണ്ട് ചെയ്യിച്ചു. ഈ നിയമം നടപ്പിലാക്കേണ്ടവരാണ് അത് കണ്ടെത്തി കൊണ്ടുവന്ന് ആ പ്രതികളെ ശിക്ഷിക്കേണ്ടത്. സൗമ്യ കേസിൽ ഉണ്ടായ പോലുള്ള തിരിച്ചടി പാടില്ല. ഈ കോടതിക്ക് ഇങ്ങനെ കേസ് നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യങ്ങളില്ല. സൗമ്യയുടെ കേസ് തള്ളി കാണിച്ചു കൂട്ടിയാണോ പോലെ എൻ്റെ കൊച്ചിനെ കാട്ടിക്കൂട്ടാനൊന്നും ഞാൻ സമ്മതിക്കില്ല. മൂത്ത മകൾ ദീപയ്ക്കും പേരക്കുട്ടിക്കുമൊപ്പം പോലീസ് കാവലിലാണ് രാജേശ്വരി കഴിയുന്നത്. സ്വന്തമായൊരു വീടെന്ന ജിഷയുടെ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ ഒപ്പം മകളിലല്ലോ എന്ന സങ്കടം താങ്ങാനാവുന്നില്ല. സംഭവം നടന്ന് 1 വർഷം തികയുമ്പോൾ മകളുടെ ഓർമ്മകൾക്ക് നടുവിൽ കണ്ണീരും പ്രാർത്ഥനയുമായി കഴിയുകയാണ് ഈ അമ്മ. പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് അധികാര കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകരുതെന്ന് മാത്രമാണ് ഇവരുടെ ആവശ്യം. ക്യാമറാമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.